ആരെല്ലാം കൂടി വന്ന് 100-300 പേര് വന്ന് കരയുക. വീതി പോയ ഞങ്ങളെ ആരെയും നോക്ക്. അപ്പൊ ഞാന് എന്താ പറയാ PhD-യുടെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഞാൻ തീരുമാനിച്ചു ഇനി പഠിക്കണ്ട. പല ഫൈനാൻഷ്യൽ ട്രബിൾസ് ആ സമയം എനിക്കുണ്ട്. താമസിക്കുന്ന വീടിന്റെ ഗേറ്റിൽ വന്നപ്പോ പരിശുദ്ധാത്മ പറഞ്ഞു അത് നിനക്കുള്ള വ്യക്തിയല്ല. എന്നോട് പറഞ്ഞു അതല്ല. അപ്പൊ ദേവദാസനും ഭാര്യ എല്ലാവരും ഉണ്ട്. അവരെ കൊണ്ടുവരുന്നത് കംഫർട്ട് സോണിൽ നിന്നാണെങ്കിൽ എനിക്ക് അമേരിക്ക എന്നുള്ള ഒരു അമേരിക്കന്റെ തന്നെ വിവാഹം വന്നു. അപ്പൊ ദൈവം എന്നോട് ചോദിച്ചു നിനക്ക് ആത്മാക്കളെ നേടണമെങ്കിൽ ഇത് ഒത്തിരി കഷ്ടത്തിൽ കൂടി നീ കടന്നു പോകും. പക്ഷെ അതല്ല നമുക്കൊരു കംഫർട്ട് സോൺ ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞു എനിക്ക് ആത്മാക്കളെ നേടണം. ഏത് കഷ്ടവും സഹിക്കാൻ തയ്യാറാണ്. 10 നവംബർ 23 ക്യാൻസർ, ക്രോണിക് ക്യാൻസറിന്റെ വയറ്റില്. അപ്പൊ ഞാൻ കേൾക്കുന്ന ശബ്ദം, ദൈവശബ്ദം ഞാൻ കേൾക്കുക, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. 1ാമത്തെ ട്രീറ്റ്മെന്റിന്റെ കഴിഞ്ഞ് 2ാമത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകണം. ആ സമയത്ത് ഞാൻ ദൈവശബ്ദം കേൾക്കുക, മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും. ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവം എന്നുള്ള ദൈവശബ്ദം കേൾക്കും. അതിനുശേഷം ഞാൻ വേറൊരു ഇൻസിഡന്റ്, ഞാൻ ഈ ഓപ്പറേഷൻ മൊബിലൈസേഷൻ ഒക്കെ വിട്ടു നിൽക്കുന്ന സമയത്ത് എന്താ പറയാ ഇതുപോലെ ഒരു വീട്ടിലെ ഒരു ദൈവദാസൻ എന്താ പറയാ ഞാൻ ഇംഗ്ലീഷ് ഫ്രീ ആയി പഠിപ്പിക്കുകയാണല്ലോ. അപ്പം എന്താ പറയാ നമ്മുടെ ലുധിയാനയിൽ ഒരു ദൈവദാസൻ 5 മക്കളുണ്ട്. ആ പിള്ളേരെ 5 പേരെ ഞങ്ങളുടെ കൂടെ നിർത്തി, എന്റെ കൂടെ വന്ന് നിർത്തുക ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. പക്ഷെ ആ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അവർ നിർത്തിയ സമയത്ത് എന്താ പറയാ ഞാൻ പറഞ്ഞു ഇപ്പൊ വേണ്ട, ഇപ്പൊ എനിക്ക് തിരക്കാണല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ ആ ദേവദാസൻ പറഞ്ഞു വേണ്ട, എന്താ പറയാ ഇവിടെ നിക്കട്ടെ പഠിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവര് പോയി, പേരൻസ് പോയി. പക്ഷെ അന്നേരം ഞാൻ ദൈവത്തിന്റെ മുട്ടുമടക്കി പ്രാർത്ഥിച്ചപ്പോ ഒരു ചക്ക അരിയുമായിട്ട് ഒരാൾ വരിക. അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അൺഎക്സ്പെക്ടഡ്. പിന്നെ എന്റെ വിവാഹമാണ്. വിവാഹത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ എന്റെ എന്താ പറയാ എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഇടയ്ക്ക് MTH ചെയ്യാൻ പോയി. എന്താ പറയാ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എന്റെ വിവാഹം വരുന്നത്. PhD ഞാൻ പഠിക്കുന്ന സമയമാണ്. അപ്പൊ ഈ വിവാഹത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ എന്താ പറയാ PhD-ക്ക് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂർ പോകണം. ഓക്കെ, ബാംഗ്ലൂർ പോകേണ്ടുന്ന ആ സമയം വന്നപ്പോൾ ഈ ചേരിക്കാരെല്ലാം കൂടി വന്ന് 100-300 പേര് വന്ന് കരയുക. വീതി പോയ ഞങ്ങളെ ആരെയും നോക്ക്. അപ്പൊ ഞാന് എന്താ പറയാ PhD-യുടെ ആദ്യത്തെ പാർട്ട് കഴിഞ്ഞു. ഞാൻ തീരുമാനിച്ചു ഇനി പഠിക്കണ്ട. പല ഫൈനാൻഷ്യൽ ട്രബിൾസ് ആ സമയം എനിക്കുണ്ട്. ഞാൻ ഓർത്തു എന്നാ വേണ്ട, കാരണം എനിക്ക് സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ പറ്റില്ല, മുന്നോട്ട് പോയാലും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിവാഹാലോചനകൾ പലത് വരുന്നുണ്ട്. അങ്ങനെ അപ്പൊ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവ ശബ്ദം കേൾപ്പിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ ദൈവത്തോട് പറഞ്ഞു എനിക്ക് നോർത്ത് ഇന്ത്യയിലുള്ള ഒരു വ്യക്തിയെ വിവാഹം കഴിക്കണം. കാരണം ഏത് പ്രതികൂലം വന്നാലും നോർത്ത് ഇന്ത്യക്കാരെന്താ പറയാ നോർത്ത് ഇന്ത്യയിലല്ലേ തിരിച്ചു പോകുള്ളൂ, പോകില്ല. അപ്പൊ എന്റെ വിഷൻ നോർത്ത് ഇന്ത്യയല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് നോർത്ത് ഇന്ത്യക്കാരനെ മതി. അപ്പൊ എനിക്ക് ഇഷ്ടം പോലെ നോർത്ത് ഇന്ത്യക്കാർ വന്നു. ഒരു ഛത്തീസ്ഗഡിലുള്ള ഒരു MD ചെയ്ത ഒരു ആള് വന്നു. ദൈവദാസന്മാര് കൊണ്ടുവരിക നമ്മുടെ IPC-യിലെ. അപ്പം കൊണ്ടുവന്ന് അങ്ങനെ എന്താ പറയാ ആ പുള്ളി ഇങ്ങനെ വരുന്ന ഗേറ്റ് വരിക. ഞാൻ താമസിക്കുന്ന വീടിന്റെ ഗേറ്റിൽ വന്നപ്പോ പരിശുദ്ധാത്മ പറഞ്ഞു അത് നിനക്കുള്ള വ്യക്തിയല്ല. എന്നോട് പറഞ്ഞു അതല്ല. അപ്പൊ ദേവദാസനും ഭാര്യ എല്ലാവരും ഉണ്ട്. അവരെ കൊണ്ടുവരുന്നത്. അപ്പൊ എന്നോട് ആ വ്യക്തി സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെട്ടു. എന്നോട് ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം ഞാൻ ദൈവശബ്ദം കേട്ടു, എനിക്കുള്ള വ്യക്തിയല്ല. ആ വ്യക്തി വളരെ എന്താ പറയാ ഭാരപ്പെട്ടു എന്നെ തന്നെ വിവാഹം കഴിക്കാൻ. പക്ഷെ അത് ദൈവശബ്ദം അല്ലായിരുന്നു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം എന്നെ ഇപ്പൊ വിവാഹം കഴിച്ചിരിക്കുന്ന എന്റെ ജീവിതസഖി, ആ വിവാഹത്തിന് മുമ്പ് ഞാൻ ഒരു ദർശനം കാണുക. എന്റെ വിവാഹം നടക്കുക. പക്ഷെ വിവാഹം നടക്കുന്ന ഒരു ബിൽഡിംഗ് അല്ല, ഒരു ടെന്റിന്റെ അകത്താണ്. ഒത്തിരി പേര് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഏറ്റവും അവസാനം ഒരു വളരെ തേജസ്സേറിയ ഒരു വ്യക്തി, വയോധികനായ ഒരു വ്യക്തി വന്ന് നീളത്തിലുള്ള ഒരു വലിയ ഗിഫ്റ്റ് എന്റെ കരത്തിൽ തന്നു. എന്റെ ഹസ്ബൻഡിന്റെ കരത്തിൽ തരിക. അത് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കും ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല, വലുത്. അപ്പൊ ഞാൻ ആ ഗിഫ്റ്റ് ഞങ്ങൾ തുറക്കുമ്പോ വെട്ടി തിളക്കുന്ന ഡബിൾ എഡ്ജ്ഡ് സ്വേഡാ, 20 വാള്. ഇതേപോലെ ഇത് വചനമാ. ഇത് നിങ്ങൾക്ക് തരി വചനമായി പോകണം. അങ്ങനെ എന്റെ വിവാഹം എന്റെ ഈ ജീവിതസഖ്യം നടക്കുന്നതിന് 3 പ്രാവശ്യം റിജക്ട് ചെയ്തു. കാരണം ഞാൻ കണ്ടിട്ടില്ല. പഞ്ചാബിൽ നിന്നുള്ള വ്യക്തിയെന്ന് കേട്ടപ്പോ ഞാൻ എനിക്ക് വേണ്ട, ഞാൻ പഞ്ചാബി വർക്ക് ചെയ്യല്ലേ, അപ്പൊ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ പരിശുദ്ധൻ വ്യക്തമായി പറഞ്ഞു നിനക്ക് അനുയോജ്യനായ വ്യക്തിയാ. അപ്പൊ എനിക്ക് 2 പ്രപ്പോസൽ ആ സമയം വന്നത്. പറഞ്ഞു വളരെ കഷ്ടത്തിലൂടെ അനേകരം നേടണമെങ്കിൽ ഈ വിവാഹം കഴിക്കണം. അതല്ല നിനക്കൊരു കംഫർട്ട് സോണിൽ നിന്നാണെങ്കിൽ എനിക്ക് അമേരിക്ക എന്നുള്ള ഒരു അമേരിക്കന്റെ തന്നെ വിവാഹം വന്നു. അപ്പൊ ദൈവം എന്നോട് ചോദിച്ചു നിനക്ക് ആത്മാക്കളെ നേടണമെങ്കിൽ ഇത് ഒത്തിരി കഷ്ടത്തിൽ കൂടി നീ കടന്നു പോകും. പക്ഷെ അതല്ല നമുക്കൊരു കംഫർട്ട് സോൺ ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞു എനിക്ക് ആത്മാക്കളെ നേടണം. ഏത് കഷ്ടവും സഹിക്കാൻ തയ്യാറാ. അങ്ങനെ അനവിധ കഷ്ടത്തിന്റെ തീച്ചുളകളെ ജീവിതത്തിൽ പല പ്രതികൂലത്തിലൂടെ കടന്നുപോയെങ്കിലും ആ സമയത്താണ് എനിക്ക് 2010
നവംബർ 23 ക്യാൻസർ വന്നു. എന്റെ ഹസ്ബൻഡ് അന്ന് 1 വർഷമായി തളർന്നു കിടക്കുക. ആ തളർന്നു കിടക്കുന്ന സമയത്ത് ക്യാൻസർ. അന്നേരം ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ക്യാൻസർ രോഗിയാന്ന് പറയുന്നില്ല, കാരണം പറയാനൊക്കില്ല. അപ്പൊ ആ സമയം 2010 എനിക്ക് മോളുണ്ട്. 2008 എന്റെ മോൻ ജനിച്ചു. മോൻ മന്ദബുദ്ധിയായിട്ട് ജനിക്കുന്നത്. എനിക്ക് ലിവർ ഇൻഫെക്ഷൻ ആയിരുന്നു. അപ്പം എന്റെ എന്താ പറയാ 6ാം മാസം ഞാൻ കൺസീവ് ചെയ്ത സമയത്ത് ഡോക്ടർ ചണ്ഡീഗഡ് PGIയിലെ ഡോക്ടർ പറഞ്ഞ അവന്റെ ബ്രെയിൻ ഗ്രോത്ത് നിന്നുപോയി. അപ്പൊ ഇനി എന്താ പറയാ മന്ദബുദ്ധിയായിട്ട് ജനിക്കുള്ളൂ. അപ്പൊ ഇത് അബോർട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു ആ കുഞ്ഞിനെ. ഞാൻ പറഞ്ഞു ഒരിക്കലും കളയില്ല, കാരണം ഇവൻ വയറ്റിലായപ്പോഴേ ദൈവം പറഞ്ഞു ഇത് ഏബല. ദൈവം പറഞ്ഞു ഏബൽ നിന്റെ വയറ്റിൽ. അപ്പൊ ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു പെൺകുഞ്ഞായിരിക്കും. ഞാൻ പെൺകുഞ്ഞിന്റെ പേര് നോക്കുമ്പോ ദൈവം പറഞ്ഞു ഏബല, ഹീസ് ഏബൽ. ഓക്കെ. അപ്പൊ ഞാൻ എന്താ പറയാ അവനെ ദൈവത്തിലേക്ക് വേണ്ടി സമർപ്പിച്ചു. അപ്പൊ ഡോക്ടർ പറയാൻ അബോർട്ട് ചെയ്ത് കളയും. ഞാൻ പറഞ്ഞു ഒരിക്കലുമില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളും ദൈവം വചനത്തെ ഉറപ്പിക്കുന്നത്, യേശുക്രിസ്തു എന്റെ കൂടെ നടക്കുന്നത്, അയോഗ്യതയിൽ എനിക്കൊരു യോഗ്യതയില്ല. സ്വയമായി എന്താ പറയാ ഒന്ന് കാണാനോ അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയാ എനിക്കായിട്ട് ഒന്നും ചെയ്താനില്ല. പക്ഷെ എന്നിലൂടെ പ്രവർത്തിക്കുന്ന യേശു, എന്റെ കൂടെ നടന്ന് പ്രവർത്തിക്കുന്ന യേശു ഞാൻ കണ്ടതാ. അങ്ങനെയെങ്കിൽ എനിക്ക് ജനിക്കുന്ന ഈ കുഞ്ഞ് 1000 ദിവസം മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്ന അവൻ മിഷണറി ആകും. അവൻ യേശുവിന് വേണ്ടി പ്രയോജനപ്പെടും, ഒരു മെഡിക്കൽ മിഷണറി. അങ്ങനെ ഞാൻ അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ. അപ്പൊ അവൻ ജനിച്ചു, ഒരു മന്ദബുദ്ധിയായി തന്നെ അവൻ ജനിച്ചു. അപ്പം എന്താ പറയാ ആ സമയം എന്താ പറയാ എന്റെ ഹസ്ബൻഡ് അവന് 2 വയസ്സുള്ളപ്പോ എന്റെ ഹസ്ബൻഡ് ബെഡ് റിഡൻ. എന്റെ മോള് 2ാമത് ജനിക്കുക. അപ്പോഴും ലിവർ ഇൻഫെക്ഷൻ എനിക്ക്. വളരെ റെയർ ആയിട്ട് പ്രഗ്നൻസി ലേഡീസിന് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രത്യേക ചില പ്രഗ്നൻസി ലേഡീസിൽ. അങ്ങനെ എനിക്കും ലിവർ ഇൻഫെക്ഷൻ ആയി. ഈ കുഞ്ഞ് ജനിക്കുന്നത് വളഞ്ഞ കാലമായിട്ടാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 2ാമത്തെ. അപ്പൊ അന്നേരം എന്നോട് ഡോക്ടർ പറയാ ഹീസ് അവനാ എന്റെ വയറ്റില്. എന്നോട് പറയാ ഇത് അബോർട്ട് ചെയ്ത് കളാ, കാരണം എന്റെ മോനന്ന് 6 മാസമായപ്പോഴാണ് ഞാൻ കൺസീവ് ആവുന്നത് 2ാമത്തെ ബേബി. അപ്പൊ ഇത് അബോർട്ട് ചെയ്ത് അത് അപ്പൊ ഞാൻ പറയാം ദൈവം എന്നോട് ദൈവം പറയാം മോളാ അത് അക്സയാന്ന് എന്നോട് ദൈവം പറയാ, ഇത് അക്സയ. അപ്പൊ ഞാൻ പറയാം ദൈവമേ ഡോക്ടർ എന്താ പറയുന്നത് അത് ആൺകുഞ്ഞ, പക്ഷെ നീ പറയാ പെൺകുഞ്ഞ. ഇത് ദൈവം പേര് അക്സയത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവർക്കൊരു പാട്ടൊക്കെ ഇതേ ഏബലക്സ ഓറ്റുനോ ഏബലക്സ. ഇവര് ഞാൻ എപ്പോഴും പാടുന്ന പാടാ ഏബലക്സ ഓറ്റുനോ ഏബലക്സ ഓറ്റുനോ ഹൂ ജീസസ് ഈസ്. ഇവര് വൈറലായിരിക്കുമ്പോ തന്നെ യേശു ആരാണെന്ന് ഇവരെ അറിയണം എന്നും പറഞ്ഞ് ഇവരെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. ഇവര് മോളും ജനിച്ചു വളഞ്ഞ കാലമായിട്ട്. അപ്പൊ എന്താ പറയാ പക്ഷേ എന്താ പറയാ ഈ സമയത്ത് എനിക്ക് 2010 നവംബർ 23 ക്യാൻസറായി, ക്രോണിക് ക്യാൻസർ എന്റെ വയറ്റില്. അപ്പൊ ഞാൻ കേൾക്കുന്ന ശബ്ദം, ദൈവശബ്ദം ഞാൻ കേൾക്കുക, മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. 1ാമത്തെ ട്രീറ്റ്മെന്റിന്റെ കഴിഞ്ഞ് 2ാമത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകണം. ആ സമയത്ത് ഞാൻ ദൈവശബ്ദം കേൾക്കുക, മുട്ടുമടക്കി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും യഹോവ ഒരു ദോഷവും തട്ടാതെ നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ വിടുവിക്കുന്ന ദൈവം എന്നുള്ള ദൈവശബ്ദം കേട്ടു. ഞാൻ പറഞ്ഞു എനിക്കിനി ട്രീറ്റ്മെന്റ് വേണ്ട, ഞാൻ ശബ്ദം കേട്ടു യേശുക്രിസ്തുവിന്റെ. അവൻ വചനം അയച്ച് വിടുവിക്കുന്ന ദൈവമാണ്. ഞാൻ എന്റെ എല്ലാ ട്രീറ്റ്മെന്റും ബന്ദ് ചെയ്തു, നിർത്തലാക്കി. എന്റെ ഹസ്ബൻഡിനെ അറിയില്ല എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ തളർന്ന അല്ലറിക്കാരി എന്റെ ഹസ്ബൻഡ് കരച്ചിലേക്കാണ്. സ്പൈനല് പോയി ഒത്തിരി ഇഞ്ചക്ഷൻ എടുക്കുന്ന കരച്ചിലോട് കരച്ചിലാണ്. ഭയങ്കര വേദന സഹിക്കാൻ പറ്റാതെ. ഇപ്പൊ ഈ മോള് 1 വയസ്സേ ഉള്ളൂ. മോളെ നെഞ്ചിലിട്ട് കൊടുക്കും. ഞാൻ എടുക്കാൻ പറ്റില്ല. നെഞ്ചിലിട്ട് കൊടുക്കുമ്പോ ആ നെഞ്ചി കിടന്ന മോള് ഉറങ്ങും. കാരണം മോനാണെങ്കിൽ അവന് വണ്ണമുണ്ട്, 2 വയസ്സുള്ളൂ. അവൻ മന്ദബുദ്ധി, അവനിങ്ങനെ സൈഡിൽ പിടിച്ച് നിൽക്കും, അവൻ കാണും. അപ്പൊ ഞാൻ എന്താ പറയാ ഒരു കേരി ബാഗിൽ മോളയിടും, എന്താ പറയാ ഒരു പ്രൈമി വെച്ച് മോനെ വെച്ച് ഇങ്ങനെ സബ്ജി വാങ്ങാനൊക്കെ പച്ചക്കറി വാങ്ങാനൊക്കെ പോകുന്നതും വീട്ടിലെ കാര്യമൊക്കെ നോക്കുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു ദിവസം എന്റെ ഹസ്ബൻഡ് എന്നോട് പറയാ ഒരു ജനലുണ്ട് ഞങ്ങൾ കിടക്കുന്ന ഒരു കിങ് ബെഡാ, അതിന്റെ സൈഡില് എന്താ ജനലാ. അപ്പൊ എപ്പോഴും എന്റെ ഹസ്ബൻഡ് കിടക്കുന്ന ഈ സൈഡില. എന്നോട് പറഞ്ഞു എന്നെ അവിടേക്കൊന്ന് മാറ്റി കിടത്താമോ എന്ന് എന്നോട് ചോദിച്ചാന്ന്. എന്റെ ഹസ്ബൻഡ് നല്ല ഉയരമുണ്ട്, അപ്പം വണ്ണ ശരീരമുണ്ട്. അപ്പം ഞാൻ പതുക്കെ എന്റെ ഹസ്ബൻഡിനെ നീക്കി. അപ്പൊ ഞാൻ ക്യാൻസർ ഉണ്ട്, ഞാൻ നീക്കി. അപ്പൊ എന്നോട് ചോദിക്കും നിനക്ക് എന്താ പ്രയാസം, മുഖത്ത് എന്താ വേദന? ഞാൻ പറഞ്ഞു ഒന്നുമില്ല എനിക്ക്. അപ്പൊ പറയാ ഞാൻ മരിക്കുന്നത് ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ എന്നോട് പറയുക എന്റെ ഹസ്ബൻഡ്. ഞാൻ പറയാം മരിക്കില്ല, യേശുവിന്റെ സാക്ഷിയാകും, ഈ ബൈബിൾ എടുത്ത് സുവിശേഷം പ്രസംഗിക്കുന്നൊക്കെ എന്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുന്നുണ്ട്. അന്ന് എന്റെ ഹസ്ബൻഡിനോട് നീക്കി കിടത്താൻ പറഞ്ഞു. ഞാൻ നീക്കി കിടത്തി, എന്താ പറയാ ആ ജനലിന്റെ അടുത്ത് നീക്കി കിടത്തി. അന്ന് രാത്രി എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു ഞാനൊരു സ്വപ്നം കാണുക. എന്നോട് പറയാൻ ദർശനം കണ്ടു. ഈ ജനലിന്റെ അടുത്ത് ഒരു അംബാസഡർ വൈറ്റ് കാറ് വന്നു നിന്നു. ആ കാറിൽ നിന്ന് ഒരാൾ എന്റെ നെഞ്ചിലേക്ക് യോഹന്നാന്റെ സുവിശേഷം എറിഞ്ഞിട്ടു. ഞാൻ പറഞ്ഞു അത് വചനം വായിക്കാനാ ദൈവം പറയുന്നത്. അപ്പൊ ദൈവമായിട്ട് ഒരു പേഴ്സണൽ എൻകൗണ്ടർ എന്റെ ഹസ്ബൻഡിന് ആ സമയം വരെ ഇല്ല. ആ സമയം വരെ ഒരു ദൈവമായിട്ട് വ്യക്തിമായ ബന്ധമില്ല. അന്ന് ആ കിടന്ന കിടപ്പില് യോഹന്നാന്റെ സുവിശേഷം വായിക്കാനും ദൈവമായിട്ട് ബന്ധത്തിൽ വരുവാനും ആ കിടപ്പില് 1 വർഷത്തിനും എന്റെ ഭർത്താവ് എഴുന്നേറ്റ് നടക്കാൻ. ആമേ. ഡോക്ടർ എഴുന്നേറ്റ് ഒരിക്കലും നടക്കില്ല. ആ 1 വർഷത്തിനകം
ഞാൻ 6 മാസമായപ്പോ ഞാൻ ഒരു ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസർ എവിടെയാ ട്രീറ്റ്മെന്റ് ചെയ്ത ഇൻഫെക്ഷനേ ഉള്ളൂ. ഒരു 6 മാസം കൂടി കഴിയുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ഹീൽഡ്. അപ്പോഴാണ് ഞാൻ എന്റെ സാക്ഷ്യം എന്റെ ഹസ്ബൻഡിനോട് പറയുന്നത് ക്യാൻസർ പേഷ്യന്റാ. എന്റെ മോള് എന്താ പറയാ 4 വയസ്സാകാറായപ്പോ എന്താ പറയാ ലക്നൌവില് ഞങ്ങൾ അവിടുന്ന് പിന്നെ ഞങ്ങൾ ലക്നൌവിലായിരുന്നു. ലക്നൌവില് പോയപ്പോ ഞങ്ങൾ എല്ലാ വൈകുന്നേരം ട്രാക്ട് കൊടുക്കും. ഇവൻ മന്ദബുദ്ധിയായി, ഇവനും എന്താ പറയാ ഓടി എല്ലാവർക്കും ഇതൊക്കെ കൊടുക്കും. മിണ്ടാൻ പറയാൻ പറ്റില്ല അവന്. ഈ എന്താ പറയാ ഈ മോള് നടക്കില്ല, ഇനി ഇവിടെ വളഞ്ഞ കാലിൽ കുറച്ച് നടക്കും, പിന്നെ എടുക്കണം. ഈ എല്ലാവരും കാണി വളഞ്ഞ കാലുമായിട്ട് ഞാൻ ഇവിടെ എടുത്തോണ്ട് നടക്കുന്നത്. ഞാൻ സുവിശേഷം പറയും, എന്താ പറയാ ഞങ്ങൾ ഇങ്ങനെ ട്രാക്ട് കൊടുക്കും, സുവിശേഷം പറയുകയും ചെയ്യും ലക്നൌവില്. ഒരു 4 വർഷം ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നേനെ ആ വർഷം എന്ന് പറഞ്ഞാൽ ഇവക്ക് 4 വയസ്സ് കംപ്ലീറ്റ് ആകുന്ന സമയം ഒരു ദിവസം രാവിലെ ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ ഡോക്ടർ പറഞ്ഞു 18 വയസ്സായി മേജർ ഓപ്പറേഷൻ കഴിയുന്നത്. ഇന്ന് നമുക്ക് 17 വയസ്സേ ഉള്ളൂ മോൾക്ക്. 18 വയസ്സാകുമ്പോൾ മേജർ ഓപ്പറേഷനിലൂടെ മാത്രം അവരെ ഇവളുടെ വളഞ്ഞ കാല് നേരെയാക്കാൻ ഞങ്ങൾ ശ്രമിക്കാം. അത് നേരെയാകുമെന്ന് തന്നെ ശ്രമിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴും എക്സ്റേ ഒക്കെ ഇരിപ്പുണ്ട് മോളുടെ. ആ 4 വയസ്സിലേക്ക് അവള് പൂർത്തീകരിക്കുന്ന സമയത്ത് ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ കാല് നേരെ. ഞങ്ങൾ നോക്കുമ്പോ ഇവിടെ വളഞ്ഞ കാല് കാണുന്നില്ല, നേരെ. ഞങ്ങളുടെ അയൽവക്കക്കാരെല്ലാം പറഞ്ഞു നിങ്ങളിനി യേശുവിനെ കുറിച്ച് പറയണ്ട, നിങ്ങളുടെ മോളുടെ ഈ കാലുണ്ടല്ലോ നേരെയുള്ള കാല്, ഇത് കണ്ടറിയാൻ നിങ്ങൾ സേവിക്കുന്ന ജീവനുള്ള ദൈവം. അതുപോലെ 4.5 വയസ്സ് മോനെ 3 സ്കൂളിൽ നിന്ന് വിട്ട് കളഞ്ഞു. ടീച്ചേഴ്സ് പറഞ്ഞു ഇവനെ പറ്റില്ല, കിൻഡർഗാർട്ടനിലൊന്നും പറ്റില്ല, കാരണം ഇവനെ ഒന്നും മനസ്സിലാകുന്നില്ല, ഇവൻ സംസാരിക്കില്ല. ഞാൻ അവനെ 4.5 വയസ്സ് വീട്ടിൽ കൊണ്ടുവന്നെ പഠിപ്പിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു കർത്താവ് യേശുവിനെ അനേക സൗഖ്യം ചെയ്തതാ, ഞാൻ തന്നെ അവനെ കൈ പിടിച്ച് എഴുതിപ്പിക്കും. അവൻ പറയില്ല, ഞാൻ തന്നെ പറയും ABCD എല്ലാം പറഞ്ഞ് ഒരു ദിവസം ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ തുടങ്ങി. പലരും പറഞ്ഞു ഇവനെ ഓപ്പറേഷൻ ചെയ്യും, അത് ചെയ്യും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ചെയ്തില്ല. ഇവൻ 5-ാം വയസ്സിൽ ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ മാത്രമല്ല, ഞാൻ എപ്പോഴും ഇവര് കൊച്ചു കുഞ്ഞുങ്ങളായിരിക്കും പോലും ഇവരെ കിടക്കയില് ഇവർ ഉറങ്ങുന്ന വരെ യേശുവിനെ കുറിച്ച് പറയും. ഞാൻ എന്താ പറയാ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് ഇവരെ പഠിപ്പിക്കുന്നത്. എല്ലാ മാതാപിതാക്കളും കൊച്ചു പാരബിളായിരിക്കും, പക്ഷെ ഞാൻ വെളിപ്പാടിത ഇവര് പേടിച്ചു വിറയ്ക്കും. ഇവര് ബൈബിള് ബാക്ക് സൈഡിൽ നിന്ന് ഞാൻ തുടങ്ങിയത്. വെളിപ്പാട് മുതൽ ലൂക്കായുടെ സുവിശേഷം വരെ, ലൂക്കോസിന്റെ സുവിശേഷം വരെ ഞാൻ ഇവരെ എങ്ങനെ എന്താ പറയാ പുറകീന്ന് പഠിപ്പിച്ച് ലൂക്ക് വരെ എത്തിയപ്പോഴാണ് ഇവര് വ്യക്തിപരമായിട്ട് ബൈബിൾ വായിച്ച് പഠിക്കുന്നത്. അതുവരെ വ്യക്തിനെ വായിക്കും, പക്ഷെ പഠിപ്പിക്കുമായിരുന്നു അവരെ. എന്റെ റെഗുലർ ബൈബിൾ സ്റ്റഡി. അന്നേരം ഇവര് പേടിച്ചു. ഇവര് പറഞ്ഞു മോന്റെ കാര്യവും പൂർണ്ണ സൗഖ്യമായി, മോള് സൗഖ്യമായി, ഞാനും സൗഖ്യമായി, അച്ചാച്ചനും സൗഖ്യമായി, എന്റെ ഹസ്ബൻഡും പൂർണ്ണ സൗഖ്യമായി സുവിശേഷ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. പക്ഷെ മിഷനറി ഇതില്ല, എന്താ പറയാ ഞാനുണ്ട് മിഷനറി, പക്ഷെ എന്റെ ഹസ്ബൻഡിന്റെ അകത്ത് ഒന്നിച്ച് പോകുന്നത് പക്ഷെ ആഴത്തിലുള്ള ദർശനം. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരെയൊക്കെ മിഷനറിമാരാക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ 2.5 വർഷം ഞങ്ങൾ താൽക്കാലികമായിട്ട് ജോലിയൊക്കെ എന്റെ ഹസ്ബൻഡ് ചെയ്യുന്നുണ്ട്, അത് നഷ്ടപ്പെട്ടു പോയി. 2.5 വർഷം ഭക്ഷണവും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞാൽ എന്റെ വിശ്വാസ ജീവിതം ആരോടൊന്നും ചോദിക്കില്ല. അപ്പം എന്താ പറയാ ദൈവം ഈ 2.5 വർഷത്തെ എന്റെ ഹസ്ബൻഡ് നമുക്ക് ചോദിക്കാം, ഞാൻ ഒരിക്കലും പാടില്ല. വിശ്വാസ ജീവിതമാണ്, നമ്മൾ ആരോടും ഒരു കാര്യം പറയരുത്. അപ്പം പറഞ്ഞു എന്താ പറയാ എന്റെ ഹസ്ബൻഡ് ഭയങ്കര പ്രയാസമായിരുന്നു. നമ്മൾ ഈ തിക്താനുഭവം അനുഭവിക്കുന്നത് ഒരുപക്ഷെ നീ എടുത്ത തെറ്റായ തീരുമാനമാണോ? അപ്പൊ ഞാൻ പറഞ്ഞ അല്ല, തെറ്റായ തീരുമാനം ദൈവ ശബ്ദമാ. ദൈവം പറഞ്ഞ ഞങ്ങളെ ഓരോ സ്ഥലത്തും വിടുന്നത്, ദൈവ ശബ്ദത്തിന് ഞങ്ങൾ വരുന്നത്. അങ്ങനെ അവസാനത്തെ എന്റെ ജീവിതസഖിക്ക് മനസ്സിലായി എന്താ പറയാ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം. കാരണം ആ 2.5 വർഷം ഈ കുഞ്ഞുങ്ങൾ രണ്ടുപേരും മുട്ടുമടക്കി, 4-5 വയസ്സേ ഉള്ളൂ, ഇവര് മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോ ഞങ്ങൾ അവിടെ നിന്ന് വന്നു. ആ സൗഖ്യത്തോടെ ഞങ്ങൾ ലക്നൌവിന്ന് വരിക ഗുജറാത്തിലേക്ക്. ആ ഗുജറാത്തിലായിരിക്കുമ്പോ ഇവര് മുട്ടുമടക്കി പ്രാർത്ഥിക്കുക, ഞങ്ങൾക്ക് ചോക്ലേറ്റ് വേണം. ആ ചോക്ലേറ്റ് വേണ്ടി ഇവര് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഫ്രിഡ്ജ് നിറച്ച് ചോക്ലേറ്റ് എന്റെ റിലേറ്റീവ് വന്നത് കൊണ്ടി തന്നു. ഒരു ഫ്രിഡ്ജ്. ഞാൻ വേഗത്തിൽ പറയാം എന്റെ സാക്ഷ്യം, ഇലാബറേറ്റ് ചെയ്യാതെ. പിന്നെ എന്താ പറയാ രണ്ടാമത് ഇവര് ഒരു ദിവസം മുട്ടുമടക്കി, മോന് ഭയങ്കര പാല് ഇഷ്ടമാണ്. അവനെ ഇങ്ങനെ ദൂതുപാല വരും, പറയും ദൂത് പാല് എന്ന് വിളിക്കുമ്പോ പറയും അമ്മ പാല് വേണം. ഞാൻ പറയും മമ്മയോട് പറയരുത്, കാരണം റിയൽ പേരന്റ് ആരാ? യേശു ക്രിസ്തു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വെറും താൽക്കാലിക പേരൻസ്. ഒരു ടൈം ബീയിങ്ങിന് യേശു നിങ്ങളെ ട്രെയിൻ ചെയ്യാനും സംരക്ഷിക്കാനും തന്നതാ. നിങ്ങൾ യേശുവിനോട് ചോദിക്കണം. അപ്പൊ ഇവരെന്നും മുട്ടുമടക്കി യേശുവിനോട്. ഒരു ദിവസം സ്കൂളിൽ യൂണിഫോം ഇട്ട് ഇവര് പറയാ യേശു മുട്ടുമടക്കി, അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുക യേശു. അപ്പൊ മോൾക്ക് എന്താ പറയാ പാല് ഇഷ്ടമല്ല, മോള് പറയാ ബ്രെഡും പഴവും തന്നാ മതി, ജീസസ് പ്ലീസ് ഗിവ് മീ ബ്രെഡ്. അവർക്ക് ഇംഗ്ലീഷ് അന്ന് അറിയുള്ളൂ, ഹിന്ദി അത്ര അറിയില്ല. അപ്പം എന്താ പറയാ ബ്രെഡും പഴവും മതി. മോൻ പറയാ എനിക്ക് ബ്രെഡും പാലും തന്നാ മതി കർത്താവ്. എന്നിട്ട് ഇവർ പ്രാർത്ഥിച്ച ഉടനെ എല്ലാ മുറിയും ചെന്ന് നോക്കും. ഞങ്ങൾക്ക് 3 ബെഡ്റൂമാ അവിടെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തേക്കുന്നത്. എല്ലാ ബെഡ്റൂം ചെന്ന് നോക്കി. ഇവര് പറഞ്ഞ യേശു വെച്ചിട്ടില്ല അല്ലേ, അപ്പം നമ്മുടെ ജീസസ് പിന്നെ കൊണ്ടുവെക്കുമെന്ന് പറഞ്ഞ് ഇവര് സ്കൂളിൽ പോയി. ഇവര് സ്കൂളിൽ പോയപ്പോ ഞാൻ എന്റെ ഹൃദയം നമുക്ക് എന്തായാലും പിള്ളേരുടെ മുമ്പ് നമ്മൾ കരയുന്നില്ലെങ്കിലും
നമ്മുടെ ഒരു മാതൃഹൃദയത്തിന്റെ വേദനയുണ്ട്. ഞങ്ങളുടെ പ്രയർ റൂമിൽ പോയി ഞാൻ പൊട്ടിക്കരഞ്ഞു പറഞ്ഞ കർത്താവേ, ആ പിള്ളേരും ഒരിക്കലും കരയാറില്ല, പക്ഷെ അവരുടെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കോളിംഗ് ബെല്ല് തന്നപ്പോ എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ഒരു നഴ്സിംഗ് സൂപ്രണ്ടന്റ് വന്നേക്കുക. പുള്ളിക്കാരി ലീവ് എടുത്ത് 3 മണിക്കൂറത്തേക്ക് വന്നേക്കുക എന്റെ അടുത്ത്. അപ്പൊ കിച്ചണില് ഒരു വലിയ കവർ പാക്കറ്റ് ഒരു കൊണ്ടു വെച്ചിട്ട് പോയി. എന്നാലും ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കാന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് അവർക്ക് നമ്മുടെ വിഷയമൊന്നും അറിയില്ല. അത് ഞങ്ങൾ 3 മണിക്കൂർ പ്രാർത്ഥിച്ച് അവരങ്ങ് പോയി. ഞാൻ തുറന്നു നോക്കുമ്പോ ഞാൻ വളരെയധികം മിൽക്കിന്റെ പാക്കറ്റ്സ്, അതുപോലെ ബ്രെഡിന്റെ ഒത്തിരി പാക്കറ്റ്സ്, പഴത്തിന്റെ പാക്കറ്റ്സ്. ഈ പിള്ളേര് വന്നപ്പോ ഞാൻ എടുത്തില്ല, അവിടെ വെച്ചു. ഇവര് വന്ന് തുറന്നു നോക്കി പറഞ്ഞു, കണ്ടോ ജീസസ് നമ്മുടെ പ്രാർത്ഥനയായിട്ട് കൊണ്ടുവച്ചേ. ഇങ്ങനെ ഞങ്ങളുടെ ലൈഫില് ഫുൾ അത്ഭുതം. ഇവര് മിഷണറിമാരായി. ഇവര് രണ്ടുപേരും മിഷണറിമാരെ സജീവമായി പ്രവർത്തിക്കത്തക്ക രീതിയിൽ അവരെ വിശ്വാസ ജീവിതത്തെ ഉറപ്പിച്ചു. അവർക്ക് എന്താ ആവശ്യമുണ്ട് എന്നോട് പറയണ്ട, ഞാൻ പറയും ദൈവത്തോട് പറഞ്ഞാൽ മതി, ആരോടും പറയണ്ട, യേശുവിനോട് പറഞ്ഞാൽ മതി. അങ്ങനെ അവരുടെ ഏത് പ്രതികൂലത്തിനും യേശുവിനെ ഒന്ന് മടക്കാൻ അവര് പഠിച്ചു. അങ്ങനെ ഇവര് മിഷൻ വർക്ക് ആരംഭിച്ചു. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങുമ്പോൾ ഇവര് പറയും നമുക്ക് വളരെ കെയർഫുള്ളി വാങ്ങണം, പാവപ്പെട്ടവർ കൊടുക്കണം. ഇപ്പൊ എവിടെയെങ്കിലും പാവങ്ങളുണ്ട് ഭക്ഷണം കൊടുക്കുക. ഇതുപോലെ ചേരി പ്രദേശങ്ങളിൽ സജീവമായിട്ട് നിങ്ങൾ കുടുംബമായി പ്രവർത്തിക്കുന്ന 2010 ദൈവശബ്ദം കേട്ട് ഞങ്ങൾ ഗുജറാത്തിൽ നിന്ന് വരിക. ഗുജറാത്തിൽ നിന്ന് വരുന്നു. ദൈവശബ്ദം പറഞ്ഞ പരീക്ഷയ്ക്ക് അങ്ങനെ ഞങ്ങള് കുറച്ച് സമയം ഏവിയേഷൻ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഞങ്ങൾ വർക്ക് ചെയ്തായിരുന്നു, എന്റെ ഹസ്ബൻഡും ഞാനൊക്കെ അല്പസമയം. അതിനുശേഷം തന്നെ ടൈം പീരീഡില് ചർച്ച് പ്ലാന്റ് മിനിസ്ട്രിയോടനുബന്ധിച്ച് തന്നെ അപ്പം ഞങ്ങള് ഇവിടെ വന്ന സമയത്ത് ആദ്യമായിട്ട് ഞങ്ങള് 4 പേര് ഇരുന്ന് കൊറോണ സമയത്ത് ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു ബിൽഡിംഗ് ഉണ്ട്, നമുക്ക് നമ്മുടെ സ്വന്തമല്ല, വാടകയുമല്ല, ഒരു സ്വന്തക്കാരുടെ ബിൽഡിങ്ങാ. അവിടെ ഞങ്ങൾ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത്, അവിടെ കൊറോണ സമയത്ത് നമ്മൾ ഒത്തിരി പേരോട് കുഗ്രാമങ്ങളില്, ഞാനും മോളും ഒരു കുഗ്രാമത്തിൽ പോയിട്ട് 10-100 പേരോട് ഓരോ ദിവസം സുവിശേഷം പറയും. പിന്നെ എന്റെ മോനും എന്റെ ഹസ്ബൻഡും വേറെ സ്ഥലത്ത്. അങ്ങനെ ഒരു ഏറ്റവും അധികം ഓഫ്ലൈൻ മീറ്റിംഗ് കൊറോണയിൽ ഞങ്ങൾ ചെയ്ത് ഏറ്റവും അധികം പേര് യേശുക്രിസ്തു സ്വന്തം രക്ഷകർത്താവായി സ്വീകരിച്ചു. ആ സമയത്ത് ഞങ്ങള് സിറ്റിയില് പ്രവർത്തനമുണ്ട്. അവിടെ ആദ്യത്തെ എന്താ പറയാ വിശ്വാസിയാണ് ചേരി പ്രദേശത്ത് വന്നിട്ട് നന്ദു എന്ന് പറഞ്ഞ്. ആ സഹോദരി മുഖാന്തരം ഞങ്ങൾ ചേരി പ്രദേശത്ത് പോയി മരിച്ചു കിടക്കുന്ന പോലെ അനേകം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെ കാണുക. അവിടെ ഞങ്ങൾ അവരെ വീട്ടിൽ അവരുടെ അടുത്ത് പോവുക. ഞാൻ പറഞ്ഞു അവിടെ പോകണമെന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോ അങ്ങനെ ഞങ്ങൾ ചെന്ന് അവിടെ പ്രവർത്തിക്കുമ്പോ അവിടെ ഭൂതഗ്രസ്തരെല്ലാം വിട്ടുപോയി. 10, 100, 200 പേര്, 300 പേര്, അങ്ങനെ ഭൂതങ്ങൾ വിട്ടുപോയി. എല്ലാവരും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകത്തെ സ്വീകരിച്ചു ഭിക്ഷയാചിക്കുന്നവരാ. പിന്നെ വഴിയോരത്ത് കിടക്കുന്നവര്, വിധവമാര്, പ്രോസ്റ്റിറ്റ്യൂട്ട്, വേശ്യമാര്, അങ്ങനെ ഓരോരുത്തരായി യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകത്തെ സ്വീകരിച്ച് ശുദ്ധീകരിക്കപ്പെടാൻ തുടങ്ങി. അങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട് അവര് സ്നാനപ്പെട്ട് അവരെ അഭിഷേകം പ്രാപിച്ച് ഇന്ന് അവര് ക്രിസ്തുവിന് വേണ്ടി ശക്തരെ നിൽക്കും. ഇപ്പൊ 6 വർഷത്തിൽ കൂടുതൽ ഇപ്പൊ അവിടെ നിന്നിട്ട്. പക്ഷെ ടീമായിട്ട് ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യുന്നു. അനേകര് ഇന്ന് ഞങ്ങളുടെ അവിടെ ഒരു ദിവസം 100 പേര് ഏറ്റവും കുറവ് വന്നിരുന്ന് വചനം കേൾക്കാറുണ്ട്. പല കുഗ്രാമങ്ങളിലായി 400-500 പേരെ ഓരോ ദിവസം വന്നിരിക്കും. പല സ്ഥലത്ത് ദൈവം ക്യാൻസർ രോഗികളെ ഇന്നും സൗഖ്യമാക്കുന്നത് കൊണ്ട് എന്താ പറയാ അവര് കൺവെൻഷൻ വെക്കാറുണ്ട്, എന്നെ വിളിക്കും. അപ്പം മിക്കവാറും എല്ലാ കുഗ്രാമങ്ങളും കൺവെൻഷൻ ഞാനാ പ്രസംഗിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ പോയാലും പരിശുദ്ധാത്മാവ് അവിടെ അത്ഭുതം ചെയ്യും, വിടുതൽ കൊടുക്കും. അവർക്കറിയാം അത് യേശു ചെയ്യുന്നത്, എല്ലാ മഹത്വം യേശുവിനെ അവർ കൊടുക്കാറുള്ളത്. പക്ഷേ അവിടെ ദൈവം വലിയ വലിയ മീറ്റിങ്ങുകളിലും വലിയ അത്ഭുതങ്ങൾ ഇന്നും സഭ അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹിമാചല്, UP, ജമ്മു കാശ്മീരിന്റെ പല പ്രദേശങ്ങളിലും. അതുപോലെ നമ്മൾ സെറ്റിലായിരിക്കുന്നത് ഗുരുദാസ്പൂരില്. അങ്ങനെ എന്താ പറയാ എല്ലാവരിലും ചേരിക്കാർക്ക് എന്താ പറയാ അവർക്ക് ഒന്നുമില്ലാത്ത സ്ഥാനത്ത് നിന്ന് അവരെ ഒന്ന് മാറ്റി പാർപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ റോഡുകളിൽ നിന്നും എന്താ പറയാ ഒരു ചേരിയിലേക്ക് മാറ്റി പാർപ്പിക്കാനും കുടിലുകളിലേക്ക് മാറ്റി കുടിലുകൾക്ക് വാടക കൊടുക്കാൻ എന്താ പറയാ ഇപ്പൊ അവര് ഭിക്ഷ യാചിക്കുന്നവര് പലരും ഗാർബേജ് പിക്കപ്പ് ചെയ്യാറുണ്ട്. കുറച്ചു പേരൊക്കെ കടകളിൽ ജോലി. പിന്നെ ഈ കുഞ്ഞുങ്ങൾ മരത്തിന്റെ ചോട്ടിയിരുന്ന് അവരെ പഠിപ്പിക്കുമായിരുന്നു. എന്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ട് ഒത്തിരി പേര് സ്കൂളിൽ വിട്ടതാ. ഈ കുഞ്ഞുങ്ങളെ അങ്ങനെ പഠിപ്പിച്ച് അനേകർ സ്കൂളിൽ വിട്ടു. അവർക്കെല്ലാം ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. എന്താ പറയാ കുറച്ച് എന്തെങ്കിലും കിട്ടി അത് സേവ് ചെയ്യാൻ നിങ്ങൾ പഠിപ്പിക്കുക കുറച്ച്. പിന്നെ അവരെ കുഞ്ഞുങ്ങൾ അവരെല്ലാം സുവിശേഷത്തിന് വേണ്ടി സമർപ്പിച്ച് എന്താ പറയാ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പുതിയതായി ഒത്തിരി പേര് വരാറുണ്ട്. ബീഹാറിൽ നിന്നുള്ളവര്, അതുപോലെ UP നിന്നുള്ളവര്, പിന്നെ മഹാരാഷ്ട്രയിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ. രാജസ്ഥാനികളും ഉണ്ട്, പക്ഷെ പഞ്ചാബികളും ഉണ്ട്. അതുപോലെ ഇന്ത്യൻ ആർമി കമാൻഡർ, അങ്ങനെ പലരും രക്ഷിക്കപ്പെടുന്നുണ്ട്. എല്ലാം മിക്സ് ഗ്രൂപ്പാണ് നമ്മുടെ ഹൈകാസ്റ്റ് മുതൽ എല്ലാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. മലയാളത്തിന്റെ സിൽവിയ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തി
ഉത്തരഭാരതത്തിലെ നിരവധി ആളുകളുടെ സോണിയ ദീദി വരെയായിട്ടുള്ള അതിനിടയ്ക്കുള്ള ജീവിതാനുഭവങ്ങൾ, അത്ഭുതങ്ങളുടെ കഥകളാണ് നമ്മൾ ഈ നിമിഷം വരെയും കേട്ടോണ്ടിരുന്നത്. ഈ കഥകളൊന്നും പറഞ്ഞ് പൂർത്തിയാക്കാതെയാണ്. അത്ഭുതങ്ങളുടെ 100 കണക്കിന് ജീവിതാനുഭവങ്ങളുണ്ട്. കഷ്ടതയും പട്ടിണിയും രോഗവും ദുഃഖവും ഒരുപാട് ദാരിദ്ര്യവുമൊക്കെ ജീവിതത്തെ പിടിച്ചുലയ്ക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അതിനെയൊക്കെ അതിജീവിക്കുന്ന വിശ്വാസത്തിൽ അതിശക്തമായിട്ട് മുന്നേറാൻ കഴിഞ്ഞു എന്ന കാരണത്താൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി തൻ്റെ ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റിയ അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് നമ്മൾക്ക് കേൾക്കാനിടയായി തീർന്നത്. ചേരിയിലും ഒരു കൊച്ച് എന്താ പറയാ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് തൻ്റെ ചെറിയ പ്രായത്തിൽ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളോടെ കടന്നുപോയി. 8ാമത്തെ വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ടു തുടങ്ങി. 13ാമത്തെ വയസ്സായപ്പോഴത്തേക്കും കാഴ്ച വേണ്ടവണ്ണം ഇല്ലാത്ത സ്ഥിതിയായി. എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴും കണ്ണുകൾ വേറെ എങ്ങാണ്ടൊട്ടൊക്കെയാണ് പോകുന്നത്. എന്നെ ശരിക്ക് കാണുന്നുണ്ടായിരുന്നില്ല, എനിക്കും ശരിക്കും ആളിനെ കാണാൻ കഴിയുമായിരുന്നില്ല. അങ്ങനെ കാഴ്ചകളുടെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യമാണെങ്കിലും ഉൾക്കാഴ്ചക്കൊട്ടും കുറവില്ലാതെ തൻ്റെ ജീവിതത്തിൽ താൻ അറിഞ്ഞ, തന്നെ വിളിച്ച, തന്നെ വിശ്വസ്തയോടെ നടത്തുമെന്ന് വാക്ക് പറഞ്ഞ യേശു തമ്പുരാന്റെ മാർവോടെ അണഞ്ഞതുകൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ യാത്ര മുഴുവൻ ദൈവം അത്ഭുതം ചെയ്തു. പ്രീ ഡിഗ്രി കാലത്ത് തൻ്റെ പരീക്ഷയിൽ തോറ്റുപോയി എന്ന് പറഞ്ഞ് എല്ലാവരും തള്ളി പറഞ്ഞപ്പോഴും കർത്താവ് വന്ന് നീ ജയിച്ചു എന്ന് പറഞ്ഞ് ജയിപ്പിച്ചു. എന്നാൽ നേഴ്സിങ്ങിന് പോകണം എന്ന് വീട്ടുകാർ മുഴുവൻ പറഞ്ഞപ്പോഴും താൻ നേഴ്സിങ്ങിൽ മുന്നോട്ട് പോകേണ്ടുന്നയാളല്ല, അനേകം ആളുകളുടെ മനസ്സിന് ശാന്തി പകരേണ്ടുന്നയാളാണ് എന്ന് ദൈവം തിരിച്ചറിഞ്ഞതുകൊണ്ട് ആതുര സേവന രംഗത്ത് നിന്നും ആ ആളിനെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ആയുസിന്റെ ദൈർഘ്യം വർദ്ധിപ്പിക്കുന്നതിനും ആത്മാവിന്റെ വിടുതലിനു വേണ്ടി വലിയ കാഴ്ചപ്പാടോടെ ഇന്ത്യയെമ്പാടും ഓടി നടക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതയാത്ര തുടരുന്ന ദൈവദാസിയാക്കി മാറ്റി. അതിസാധാരണ ജീവിതാനുഭവത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും വിശ്വാസത്തിൽ ഒരുപാട് വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ടെങ്കിലും നമ്മുടെ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും പൂർത്തീകരിക്കാതെ ചഞ്ചലപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിലും ഈ സോണിയ ദീദി എന്ന് ഉത്തരേന്ത്യക്കാർ വിളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സിൽവിയ സിസ്റ്ററിന്റെ ജീവിതത്തിലെ ജീവിതാനുഭവങ്ങൾ ഓരോന്നും ഈ ഗുഡ് ന്യൂസ് ടിവിയിലൂടെ നിങ്ങൾ കേട്ടപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ഗുഡ് ന്യൂസായി മാറും എന്ന് കരുതുകയാണ്. ഇപ്പോൾ ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്ന സമയത്ത്, ഈ സമയത്ത് വേദനയോടിരിക്കുന്ന, ഭാരത്തോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു വിടുതലിനായി കൊതിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത്ഭുതങ്ങൾ കൊതിച്ചിട്ടും നടക്കാതെ പോയിരിക്കുന്നവരുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവം അത് ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും വേണ്ടി ഇപ്പോഴേ സിൽവിയ സിസ്റ്റർ പ്രാർത്ഥിക്കും. അത് നമ്മുടെ ജീവിതത്തിന്റെ വിടുതലായി മാറും, നമ്മുടെ കുടുംബത്തിന്റെ വിടുതലായി മാറും, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വലിയ ചിറക് വെപ്പിക്കുന്ന അവസരമായിട്ട് മാറും. ഈ സാക്ഷ്യം ഈ പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ചതിന്റെ ഏറ്റവും പ്രധാന കാരണം ഇതിന്റെ കേൾവിക്കാർ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്ന് കേട്ടാലും സിൽവിയ സിസ്റ്ററിനെ പോലെ അല്ലെങ്കിൽ ഉത്തരേന്ത്യക്കാരുടെ സോണിയ ദീദിയെ പോലെ ഒരു അത്ഭുതകരമായിട്ടുള്ള ദൈവിക ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിക്കുന്ന, ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് മുഴങ്കാലിൽ നിന്ന് പ്രാർത്ഥിച്ച് ആരോടും ഒന്നും ചോദിക്കാതെ ദൈവത്തോട് മാത്രം ചോദിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിന്റെ ഉടമയെ തീരാൻ വേണ്ടിയാണ്. ഈ പ്രിയപ്പെട്ട ദൈവദാസിയുടെ ക്യാൻസറിനെ ദൈവം പൂർണ്ണമായി സൗഖ്യമാക്കി. തൻ്റെ കിടപ്പിലായിപ്പെട്ടുള്ള ഭർത്താവിനെ എഴുന്നേൽപ്പിച്ചു നിർത്തി. അവരുടെ 2 മക്കളെയും ഞാൻ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, 2 പേരോട് സംസാരിച്ചിട്ടുണ്ട്. മന്ദബുദ്ധിയായിട്ട് പിറന്ന ഏബിൾ എന്ന മകൻ ഇന്ന് ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനും തന്നോടൊപ്പം അമ്മയോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന ഒരു സുവിശേഷകനുമാണ്. അക്സ എന്ന കാലു വളഞ്ഞ മകൾ നേരെ നടന്നു പോകുന്ന, അനേകരെ നേരെ നടത്തുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു മകളാണ്. ജീവിതത്തിലെ ചില അനുഭവങ്ങൾ നാളുകളിലെ അത്ഭുതങ്ങളാക്കി നിർത്താൻ വേണ്ടി ദൈവം തരുന്നതാണ്. നമുക്കൊന്നിച്ച് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. വിശ്വാസത്തോടെ നാം ഓരോരുത്തരും ഈ സാക്ഷ്യത്തെ ഏറ്റെടുത്ത് ഇതിൽ ചിലതെങ്കിലും നിങ്ങളുടെ ഹൃദയത്തോടെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ആ പ്രതികരണങ്ങൾ കേൾക്കുവാൻ ഞങ്ങൾ കൊതിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഈ സാക്ഷ്യം നിങ്ങളുടെ മുറിക്കുള്ളിൽ, നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ, നിങ്ങളുടെ സഭയ്ക്കുള്ളിൽ, നിങ്ങളുടെ നാട്ടിൽ, നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ സുവിശേഷ പ്രവർത്തന മേഖലയിൽ ഒരു അത്ഭുതമായി നിങ്ങളെ മാറ്റാൻ ഇടയായി തീരും. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രിയപ്പെട്ട ദൈവദാസി അനുഭവങ്ങളുടെ തീച്ചൂളയിലൂടെ നടന്നുപോയി ദൈവത്തിന്റെ വിടുതൽ അനുഭവിച്ച് ആയിരക്കണക്കിന് ആളുകളെ സ്വർഗത്തിന്റെ ഭാഗമാക്കി തീർക്കുന്ന ദൈവദാസി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയങ്ങളോട് അത് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യത്തിൻ കീഴിൽ കർത്താവ് ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ സർവശക്തനായി ദൈവം അവസരം നൽകിയല്ലോ. അനേക അനുഭവങ്ങളിൽ നിന്നും അല്പം ചിലത് കർത്താവെ ഈ ഗുഡ് ന്യൂസ് ടിവിയിലൂടെ പറയുവാൻ സർവശക്തനായി ദൈവം സഹായിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു.
കർത്താവെ സാക്ഷ്യങ്ങൾ കേൾക്കുന്ന എല്ലാ ജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അവർ അങ്ങയുടെ പ്രിയരാണല്ലോ കർത്താവെ. അങ്ങയുടെ രക്തത്തിൽ അവരെയും പൊതിയണമേ. യേശു ക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ അവരെ ശുദ്ധീകരിക്കുമാറാകണമേ. കർത്താവിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിൽ വലിയ കർത്താവെ ചോദ്യചിഹ്നങ്ങളുമായി നിൽക്കുമ്പോൾ ദൈവമേ ഉത്തരവുമായി യേശു അവരോട് കൂടെയുണ്ട്. വചനം അയച്ചു വിടിവിക്കുന്നവൻ. വചനത്തിന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിപ്പാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, വീരനം ദൈവമാണ്, സമാധാന പ്രഭുവെന്ന് ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ട് ഓരോ നിമിഷവും മുന്നേറുവാൻ എല്ലാവരെയും സഹായിക്കണമേ. ജീവിതത്തിന്റെ കഠിനമായ ശോധനകളുടെ മധ്യത്തിൽ, വേദനകളുടെ മധ്യത്തിൽ കർത്താവെ നീ കരം പിടിച്ചു നടത്തുന്നുവെന്ന് എല്ലാവരും ജീവിതത്തിൽ അനുഭവിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവെ നിന്നിൽ ആശ്രയിക്കുവാനും നീ ആശ്രയം വെക്കുവാൻ ദൈവമേ കൊള്ളാവുന്ന വ്യക്തിത്വങ്ങളുമായി ഓരോരുത്തരും മാറുവാൻ തക്കവണ്ണം കർത്താവിന്റെ വചനത്തെ പൂർണ്ണതയോടെ ഹൃദയത്തിലേറ്റിക്കൊണ്ട്, ഹൃദയത്തിൽ കർത്താവെ സംഗ്രഹിച്ചുകൊണ്ട് ആ വചനപ്രകാരം തന്നെ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് വെക്കുവാൻ എല്ലാവരെയും സഹായിക്കണം. ദൈവമേ കർത്താവെ സാക്ഷ്യങ്ങൾ കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. അവരുടെ വിഷയത്തിന്മേൽ സ്വർഗത്തിലും ദൈവമേ ഹല്ലേലൂയ ഭൂമിയിലും സകല അധികാരവുമുള്ള യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവമേ വിടുതൽ കൽപ്പിക്കുന്നു. അബ്ബന ഹത്തന രഗതകല ജനബല രഗതകല. അവിടുന്ന് അത്ഭുത മന്ത്രിയായി, വീരനാം ദൈവമായി, സമാധാന പ്രഭുവായി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ദൈവത്തിന്റെ അനേകം അത്ഭുതങ്ങൾ അനുഭവിച്ച മറ്റൊരു അതിഥിയുമായിട്ട് അത്ഭുതം ഈ ജീവിതം എന്ന ഈ പരമ്പര ഗുഡ് ന്യൂസ് ടിവിയിൽ തുടരും. നമുക്കൊന്നിച്ച് മുന്നോട്ട് പോകാം. ദൈവം നമ്മളെല്ലാം ഏറെ താമസിക്കാതെ അത്ഭുതമാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈ സമയത്ത് പ്രിയപ്പെട്ട സിൽവർ സിസ്റ്ററിന് നന്ദി പറയാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.